നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനായ രക്ഷിതാവില്ലയോ? നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണേ. എന്തിനു വേണ്ടിയാണ് ആരാധിക്കാൻ പറഞ്ഞത്? ലഅല്ലക്കും തത്തഖൂൻ, ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ വേണ്ടിയാണ്, സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുവാൻ വേണ്ടിയാണ്. ആരാണ് ആ രക്ഷിതാവെന്നറിയുമോ? ഒന്നിനെയും സൃഷ്ടിക്കാത്തവനല്ല, മരണമുള്ളവനല്ല, കുറവുകളുള്ളവനല്ല, ഇതിനെയെല്ലാം അതിജയിച്ചവനാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതെ, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ, ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പെന്നോണമാക്കി തന്നവനാണ്. വസ്സമാഅ ബിനാഅ, ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്നവനാണ്. അതുപോലെ തന്നെ വഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്തിന്റെ കാർമേഘ കീറുകളിൽ നിന്ന് ഒരു സ്പ്രേ രൂപത്തിൽ നിങ്ങൾക്ക് മഴ ഇറക്കി തന്നവനാണ് ആ രക്ഷിതാവ്. എന്തിനാണല്ല മഴ ഇറക്കി തന്നത്? ഭൂമിയിൽ നിന്ന് ചെടികൾ മുളക്കാനാണ്, സസ്യലതാദികൾ മുളക്കാനാണ്. എന്തിനാണ് സസ്യലതാദികൾ മുളക്കുന്നതെന്നറിയുമോ? നിങ്ങൾക്കും നിങ്ങളുടെ നാൽക്കാലികൾക്കും അത് ഭക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ആ രക്ഷിതാവിൽ നിങ്ങൾ സമന്മാരെ വെക്കല്ലേ എന്നാണ് ആദ്യമായി മനുഷ്യരെ എന്ന് വിളിച്ച വചനത്തിൽ അല്ലാഹു പറയാനുള്ളത്. ഈ ആദർശത്തെ പഠിക്കാൻ കൂടുതൽ സമയമുണ്ടോ? ഈ ആദർശത്തെ നാളെയാകാമെന്ന് പറയാൻ ഗ്യാരണ്ടിയുണ്ടോ ജീവിതത്തിന്? വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താണ്? കുൽ പറഞ്ഞു കൊടുക്കൂ നബിയെ മാനവ സമൂഹത്തോട്, മതാഉദ് ദുനിയാ ഖലീൽ, ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമാണ്, ക്ഷണഭംഗുരമാണ്. എത്രയെത്ര വീഡിയോകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ 60 വയസ്സായ, 50 വയസ്സായ, 40 വയസ്സായ, അതിൻ്റെ മുകളിലും താഴെയുമുള്ള എത്രയോ പേരാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നതല്ലയോ? അതാണ് ഖുർആൻ പറഞ്ഞത്, വളരെ തുച്ഛമാണ് ഈ ജീവിതം. ആ പരലോകത്തെ മറന്നുകൊണ്ട് നീ എന്തധ്വാനിച്ചാലും അതൊന്നും നിലനിൽക്കുന്നതല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു നിലനിൽക്കുന്നത് എന്ത് മാത്രമാണ്? വല്ലാഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഏറ്റവും നല്ലത് മരണാനന്തര ജീവിതമാണ്. വലാ തുളമൂന ഫതീലാ, അല്ലാഹു നിങ്ങളോടൊരു തരുമ്പോളം അക്രമം കാണിക്കുന്നവനല്ല. ഈ പറയപ്പെട്ട ജീവിതത്തെ നേരത്തെ പറഞ്ഞ വിശ്വാസ സംസ്കരണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് സഹോദരങ്ങളെ വിജയികളായി മരിക്കാൻ കഴിയുക. അവരുടെ മുമ്പിലേക്കാണല്ല മലക്കുകളെ പറഞ്ഞയക്കുന്നത്. എന്ത് റിസൾട്ടുമായി? ശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ എന്ത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും എൻ്റെ റബ്ബ് അള്ളയാണ്. ആ റബ്ബ് അള്ളയാണെന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. സുമ്മസ്തഖാമൂ, ആ മാർഗത്തിൽ നേരാവണ്ണം നിലകൊള്ളുകയും ചെയ്തവർ ആരാണോ? എന്താണ് ഇസ്തിഖാമത്ത്? ശിർക്ക് ചെയ്യാതെയുള്ള ജീവിതമാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ടുള്ള ജീവിതമാണ്, ബിദ്അത്തുകളില്ലാത്ത ജീവിതമാണ്. ആ മാർഗത്തിൽ പെടാനാണ് ഇന്ന് മഗ്രിബിക്ക് വരെ 3 പ്രാവശ്യം നമ്മൾ പറഞ്ഞതെന്ത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിലൂടെ ഞങ്ങളെ നീ വഴി നടത്തേണമേ റബ്ബേ.